നമസ്കാരം. ശബരിമലയെപ്പറ്റി മിണ്ടാനോ ഉരിയാടാനോ പാടില്ല. സമ്മതിദാനത്തിന്റെ മഷി പുരളാൻ 10 ദിനം മാത്രം ബാക്കി നിൽക്കെ ദേശീയമായി ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമല തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ശബരിമല വിഷയമാണ് ഉയർത്തിക്കാണിക്കുന്നത്. കോഴിക്കോടെത്തിയ അദ്ദേഹം എവിടെയും തൊടാതെ ബുദ്ധിപരമായി ശബരിമലയെ കൈകാര്യം ചെയ്തപ്പോൾ തമിഴ്നാടും ബാംഗ്ലൂരും അദ്ദേഹം ആ വിഷയം തന്നെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുകയായിരുന്നു. അയ്യപ്പന്റെയും ശബരിമലയുടെയും പേരു പറഞ്ഞാൽ കേരളത്തിൽ ജയിലിൽ അടയ്ക്കുന്ന സ്ഥിതിയാണുള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും ചേർന്ന് ശബരിമല വിഷയത്തിൽ അപകടകരമായ കളിയാണ് നടത്തുന്നതെന്നും വിശ്വാസത്തെയും ആചാരങ്ങളെയും തകർക്കാനുള്ള ശ്രമം BJP ഉള്ളിടത്തോളം കാലം നടക്കില്ലെന്നും പ്രധാനമന്ത്രി ഓരോ പ്രസംഗത്തിലും ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ അയ്യപ്പന്റെ പേര് പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം തലയിൽ കൈവച്ചു പറയുമ്പോൾ ഓരോ ഭക്തന്റെ നെഞ്ചിലെയും കനൽ ആളിക്കത്തുകയാണ്. അവൻ ഓങ്ങിവെച്ച ദിനത്തോടടുക്കുമ്പോൾ പകവീട്ടാനുള്ള ത്വര. കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥി ജയിലിലായതിനെ പറ്റിയും മോദി പ്രസംഗിക്കുന്നു. ഇനി എന്തു വന്നാലും നേരിടാനുള്ള ഉറച്ച വിശ്വാസത്തിലാണ് BJP. ശബരിമല വോട്ടാക്കും. കേരളത്തിൽ ഇതൊരു ചരിത്ര വിജയമാക്കാൻ തുറുപ്പുചീട്ടായി വീശുന്നത് ശബരിമല തന്നെ. പെരുമാറ്റച്ചട്ടം ലംഘിച്ചും ശബരിമല സജീവ ചർച്ചാ വിഷയമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയതിനു പിറ്റേന്നു തന്നെ ശബരിമലയെ ചുറ്റിപ്പറ്റി തന്നെ പ്രചാരണം കൊഴുപ്പിക്കാൻ BJP തീരുമാനിച്ചിരുന്നു. ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ശബരിമല വിഷയം ഉന്നയിക്കുമ്പോൾ കിട്ടുന്ന പിന്തുണയാണ് BJPയെ തന്ത്രം മാറ്റാൻ പ്രേരിപ്പിച്ച ഘടകം. ശരണം വിളിച്ചു പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗം തുടങ്ങാനാണ് BJP സ്ഥാനാർത്ഥികൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശബരിമല കർമ്മസമിതിയും പൂർണ്ണ പിന്തുണയുമായി BJPക്ക് ഒപ്പം തന്നെയുണ്ട് എന്നതിനുള്ളതാണ് ഇന്നത്തെ ധർണ. എന്നാൽ ലക്ഷ്മണരേഖ മറികടന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ചൂണ്ടിക്കാണിക്കുമ്പോഴും BJP ഉറച്ച നിലപാടിൽ തന്നെ. ശബരിമലയല്ല പ്രധാന ചർച്ചാ വിഷയമെന്നാണ് ആദ്യം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിരുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പോൾ മറുകണ്ഠം ചാടി. ശബരിമല ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കുമെന്ന K സുരേന്ദ്രന്റെ പ്രസ്താവന അന്ന് അദ്ദേഹം തള്ളിപ്പറഞ്ഞുവെങ്കിൽ ഇന്ന് വീണ്ടും അദ്ദേഹം നിലപാട് മാറ്റി ശബരിമലയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. ശബരിമല ഞങ്ങളുടെ ആത്മാവിൽ അധിഷ്ഠിതമായ പ്രശ്നമാണെന്നാണ് പിള്ള പ്രതികരിച്ചത്. അത് ജനങ്ങളുടെ സജീവ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിനെ നിയന്ത്രിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കോടതി പറയുന്ന കാര്യങ്ങളെ എതിർക്കുന്നതിന് പരിമിതിയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതൊന്നുമില്ലല്ലോ എന്നായിരുന്നു പിള്ളയുടെ പ്രതികരണം. പത്തനംതിട്ടയിൽ K സുരേന്ദ്രനും തൃശൂരിൽ സുരേഷ് ഗോപിക്കും കിട്ടുന്ന പിന്തുണ തന്നെയാണ് BJPയെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന് എന്നത് ചൂണ്ടിക്കാണിക്കാം. വിശ്വാസ സംരക്ഷണത്തിനായി BJP മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുകയും പിന്തുണയറിയിച്ച് രംഗത്തെത്തുകയും ചെയ്യുന്നു. ഈ വിഭാഗത്തെ മുഴുവൻ വോട്ടാക്കാൻ തന്നെയാണ് BJPയുടെ ശ്രമം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ സാക്ഷിയാക്കി കോഴിക്കോട്ട് നടന്ന NDA പ്രചാരണ പരിപാടിയിൽ ശ്രീധരൻപിള്ള ഇതേ നിലപാട് ആവർത്തിച്ചത്. BJPക്ക് പൂർണ്ണ പിന്തുണയുമായി ശബരിമല കർമ്മസമിതി കൂടി രംഗത്തെത്തിയതോടെ ആവേശം കൂടുകയാണ്. പെരുമാറ്റച്ചട്ടം ബാധകമല്ലെന്നാണ് ശബരിമല കർമ്മസമിതി നേതാവ് ചിദാനന്ദപുരിയുടെ പ്രതികരണം. കർമ്മസമിതി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, പാർട്ടിയല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ബാധകവുമല്ലെന്നാണ് ചിദാനന്ദപുരി ഉയർത്തിക്കാണിക്കുന്നത്. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും ശബരിമല തന്നെ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നു. ശബരിമലയെക്കുറിച്ച് പറഞ്ഞാൽ ചട്ടലംഘനം വരുമെങ്കിൽ വരട്ടെ എന്നു തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ നിലപാട്. ആചാര സംരക്ഷണത്തെക്കുറിച്ച് പറയുകയും ശബരിമല എന്ന വാക്ക് ഉച്ചരിക്കാതിരിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയെ മീണ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയപ്പോഴും മോദി ഇതെല്ലാം തന്ത്രപരമായി തന്നെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ശബരിമല തന്നെയാണ് പ്രചാരണ വിഷയം. ഇനി 10 ദിനം മാത്രം ബാക്കി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉന്നയിക്കാൻ പാടില്ല എന്ന് വിലക്കിയ ശബരിമല തന്നെയാണ് ഇന്ന് ദേശീയമായി സംസാര വിഷയമായി നിലകൊള്ളുന്നത്.